ജീവിതത്തിൽ ഒരുപാട് വൈതരണികളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം എനിക്ക് സ്കൂട്ടർ അപകടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓടിച്ചുകൊണ്ട് പോയ സ്കൂട്ടർ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലോടുന്ന പഞ്ചമി എന്ന് പറയുന്ന ഒരു ബസ്സിനടിയിലേക്ക് എൻ്റെ സ്കൂട്ടർ പോയി നിന്നിടിച്ച ഒരു സന്ദർഭമുണ്ട്. ഞാനവിടെ തെറിച്ചു വീണു. അന്ന് ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളം സഭയിൽ പാസ്റ്ററാണ്, പെനിയലിൽ പഠിപ്പിക്കുന്നു. പെനിയലിലെ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ബ്രേക്ക് എഴുതി വണ്ടി വലത്തോട്ട് പോയി. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് നേരിട്ട് ഇടിച്ച് ഞാൻ അവിടെ തെറിച്ചു വീണു. ഒരു 1.5 അടി അകലവും കൂടെ ആ ബസ്സിൻ്റെ വീല് വന്നിരുന്നെങ്കിൽ എൻ്റെ ദേഹത്തൂടെ കയറുമായിരുന്നു. പക്ഷേ സ്വർഗസ്വനായ ദൈവം അന്ന് എന്നെ വിടുവിച്ചു. മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ 4 വർഷം പാസ്റ്ററായിരുന്നു. അവിടെ ഇരിക്കുന്ന കാലത്താണ് നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ആ ബോംബ് സ്ഫോടനം ഉണ്ടായത്. വർഷാവസാന പ്രാർത്ഥന നടക്കുമ്പോൾ തൊടുപുഴയ്ക്കടുത്ത് വഴിത്തല മാറിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വാഴയപ്പറമ്പിൽ ജോൺസൺ എന്ന് പറയുന്ന ഒരു പയ്യൻ വന്ന് നമ്മുടെ പള്ളിക്ക് ബോംബിട്ടു. ബോംബല്ല, തോട്ടയാണ്. 4 തോട്ട ഒന്നിച്ച് പൊട്ടിച്ചതാണ്. പക്ഷേ അവനാണ് അപകടമൊക്കെ സംഭവിച്ചത്. അവൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവൻ്റെ കാലിൻ്റെ പത്തിയുടെ പകുതി മുറിച്ച് കളഞ്ഞു. ആ ബോംബ് സ്ഫോടനത്തിൽ മേളത്തെ നിലയിലായിരുന്നു. അവൻ താഴെ വീണു. പിന്നീട് അവനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. അതൊരു വലിയ സംഭവം. അന്നും ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെയൊക്കെ വിടുവിച്ചു. ആ ബോംബ് പൊട്ടിയതിൻ്റെ തോട്ട 4 തോട്ട, പാറ പൊട്ടിക്കുന്ന സാധനമാണ് തോട്ട. അവൻ്റെ നെഞ്ചത്തൊരെണ്ണം വെച്ച് കെട്ടിയിരുന്നു അവൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ബോംബിൻ്റെ ഒരു അല്പം അകലത്തിലാണ് ടോംസനൊക്കെ കിടന്നുറങ്ങിയത്. ടോംസൺ എന്ന് പൊടിക്കുഞ്ഞാണ്. പ്രൈസലോ. ആ സ്ഫോടനത്തിൻ്റെ ആഘാതത്താൽ നമ്മുടെ സഭാ ഹോളിൻ്റെ ഭിത്തി ഇങ്ങനെ വിണ്ട് കീറി. സ്തോത്രം. 10-12 ജനലുകൾ, അതിൻ്റെ ഗ്ലാസുകൾ തകർന്നു പോയി. മുകളിലുള്ള ആസ്ബറ്റോസിനും ശീതാനം അടിക്കാതെ വെച്ചിരുന്ന ഫൈബർ ഷീറ്റിനുമൊക്കെ തകർച്ചയുണ്ടായി. മുൻവശത്ത് വെച്ചിരുന്ന അഹൂജയുടെ ബോക്സിൻ്റെ ഡയഫ്രം അടിച്ചുപോയി. അപ്പോൾ ആ പാറ പൊട്ടിക്കുന്ന 4 തോട്ട ഒന്നിച്ച് പൊട്ടിച്ചാലുള്ള ആഘാതം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിനകത്ത് ഈ കുടയുടെയും ഷൂവിൻ്റെയൊക്കെ ചോട്ടി വെക്കുന്ന ബൂട്ടാക്സ് എന്ന് പറയുന്ന ഒരു ചരിഞ്ഞ ആണി, ചെറിയ ആണി, 1/2 കിലോ ആണി കൂടെ അതിന് ആ ആണി തെറിച്ചാണ് ഈ ഇതെല്ലാം സംഭവിച്ചത്. അവൻ്റെ ദേഹത്ത് തന്നെ 10-40 പരം ആണികൾ ആ സമയത്ത് തുളച്ചു കയറി. എന്നാൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, 100-ലധികം വിശ്വാസികൾ അന്നവിടെ ആരാധനയ്ക്കുണ്ട്. 12 മണിയായപ്പോൾ തിരികരുത്താൽ വഹിച്ചു എന്നെ തിരിഹിതം പോൽ നടത്തണമേ എന്നുള്ള പാട്ടുപാടി ഒരു പടി മുന്നോട്ട് കയറി നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ഫോടനം ഉണ്ടായത്. സഹോദരങ്ങളെ, നമ്മുടെ തുറക്കപ്പെട്ട വാതിലാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരു കുഞ്ഞിന് പോലും ഒരു പോറൽ പോലും സംഭവിച്ചില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നു, മൂവാറ്റുപുഴയുള്ള ഒരു സർക്കിൾ, അബ്ദുൾ റഹീം, അദ്ദേഹം അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം തുറക്കപ്പെട്ട വാതിലിൽ വെച്ച് ഇത്രയും വലിയ സ്ഫോടനം ഉണ്ടായി, നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, സാറേ, ഇതാണ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരുതൽ.